ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്താണ് പൊങ്കാല വിശേഷങ്ങളൊക്കെ? എന്താ വിശേഷം? നല്ല വിശേഷം. പൊങ്കാല ഇട്ടു, തിളച്ചു, എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. നേദിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് 1:15 അതെ അതെ അതെ. എത്ര വർഷമായി ശരിക്കും? ഞാൻ തുടക്കക്കാരിയാണ് കേട്ടോ. തുടക്കക്കാരിയാണ്. കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്. ഈ 2ാമത്തെ വർഷമാണ് പൊങ്കാല ഇടുന്നത്. അതിനു മുമ്പ് പരിപാടിക്ക് വന്നിട്ടുണ്ട്. പൊങ്കാല അമ്പലത്തിൽ ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാലയോടനുബന്ധിച്ച് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. പക്ഷെ പൊങ്കാല ഇടുന്നത് ഇത് 2ാമത്തെ വർഷമാണ്. ശരിക്കും വലിയൊരു കൂട്ടായ്മയാണ് പൊങ്കാല എന്ന് പറഞ്ഞാൽ. നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് പറയാതെ വയ്യ. കാരണം ബാക്കി മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ എല്ലാവരും ഒന്നിച്ചാണ് നമ്മൾ എന്ത് ഒരു ഫെസ്റ്റിവലും നടക്കുന്നത്. പക്ഷേ ഇവിടെ സ്ത്രീകൾ മാത്രം ഈ ഒരു ചടങ്ങിന് വരിക എന്ന് പറയുന്നത് അത് എവിടെ നിന്നൊക്കെയോ ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ തന്നെ പൂനെയെന്നും വിദേശത്തു നിന്നും ഒക്കെ ഒരുപാട് പേര് വന്ന് നമ്മളെ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ദൈവം നമ്മൾ നാട്ടിലുണ്ടായിട്ട് ചില സമയത്ത് നമുക്ക് ചെറിയൊരു കുറവ് വരുന്നുണ്ട്. ആ ഒരു കുറവ് ക്ഷമിച്ച് അമ്മ അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കുന്നു. സ്ത്രീകളാണെങ്കിലും ലോകത്ത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥിക്കാൻ. തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് പതിവിലും ആളുകൾ കൂടുതലുണ്ട്. അതെ അതെ, വളരെ ഭംഗിയായിട്ട്. പിന്നെ നമ്മുടെ സന്നദ്ധ സംഘടനകളാണെങ്കിലും വെള്ളം എത്തിക്കാനും അമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും എല്ലാ രീതിയിലുമുള്ള സംഭാരം കൊടുക്കണു. അപ്പോൾ അതൊരു വലിയ കാര്യമല്ലേ? ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് എന്താ പറയുക, ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അതിൽ പങ്കാളിയാവാൻ സാധിക്കാന്നുള്ള വലിയ സന്തോഷം. അതെ, പൊങ്കാലയിൽ ഇതിൽ വന്നിട്ടുണ്ടാവുന്ന മനസ്സിന് വന്നേക്കുന്ന മാറ്റം എന്താണ്? കുറച്ചും കൂടെ നിർമ്മലമായി എന്ന് തോന്നാറുണ്ട്. കാരണം നമ്മളുടെ ഒരു സഹനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ടി വിയിൽ കാണുമ്പം നമുക്കിതിൻ്റെ ഒരു കാഠിന്യമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ അത് ഇടുമ്പം ഇപ്പോഴും ഞാൻ പറയുന്നത് ഞങ്ങളൊരു എക്സ്ട്രാ പ്രിവിലേജ്ഡാണ്. നമുക്ക് ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു തരത്തിൽ നമുക്ക് ഒരുങ്ങി കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഇവിടുത്തെ വല്ല ദൂരത്തെ സ്ഥലത്തു നിന്നൊക്കെ വന്ന് സ്ഥലം കണ്ടുപിടിച്ച് അവർ തലേ ദിവസമേ വന്ന് സ്ഥലം പിടിച്ച് ഒരു പബ്ലിക് ഇതിലൊക്കെ പോയി നിന്ന് ചെയ്യുന്ന എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അമ്മമാരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ത്യാഗവും അമ്മയോടുള്ള ആ ഒരു ഭക്തിയും ഒക്കെ നമുക്ക് പറഞ്ഞ് വാക്കുകൾക്ക് അതീതമാണ്. ഞാനൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുകയാണിത്. ഈ ഒരു സത്യം ഞാൻ ഇത് കാണുമെന്ന് മാത്രമല്ല, നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോഴാണ് അയ്യോ ദൈവമേ ലേറ്റായി പോയല്ലോ എന്നൊരു തോന്നുന്നു. ഉണ്ടായിട്ട് പറ്റിയില്ലല്ലോ എന്നുള്ളത്. ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രോഗ്രാം എന്താണ്? പ്രോഗ്രാം ഷൂട്ടിംഗ് തന്നെയാണ്. ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സീരിയൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഇപ്പം 15-ാം തീയതി ഭാവന തുടങ്ങുകയാണ്. അപ്പോൾ ഇപ്പം വാത്സല്യം സി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ സീരിയലിൻ്റെ തന്നെ ഷൂട്ടിങ്ങിനായിട്ട് മോസ്റ്റ് പ്രോബബ്ലി ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പം ഇതൊരു സന്തോഷം. എന്തായാലും ഇനി സീരിയലും സിനിമയിലും എല്ലായിടത്തും എല്ലാവർക്കും ജാങ്കോ സ്പേസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അമ്മയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.